ഒരു പ്രൊമോഷണൽ ഇന്റർവ്യൂവിൽ വളരെ തമാശയായിട്ട് അല്ലേ ഉണ്ണിനെ കുറിച്ച് പറഞ്ഞൊരു തമാശ അത് ഇത്ര വലിയ വിവാദത്തിലേക്ക് പോകുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം സിനിമയെ അത് ബാധിക്കുന്ന സാന്ദ്രയ്ക്ക് തോന്നിയിട്ടുണ്ടോ? അത് എൻ്റെയും കൂടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതിനകത്ത്. അതിൻ്റെ കാരണം ഞാൻ രാവിലെ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് ഞാൻ ഷെയ്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇൻ്റർവ്യൂവിൽ അല്ല ഇച്ചിരി ജോവിയലായിട്ട് ഇരിക്കണം കേട്ടോ. കാര്യം എല്ലായിടത്തും ഷെയ്ൻ ഇങ്ങനെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സംസാരിക്കുന്നതും ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കും. അപ്പോൾ ഷെയ്ൻ ഒരു കാലണ്ടറിൽ എത്ര വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വൈറലായതാണല്ലോ. അപ്പൊ ഭയങ്കര താത്വികമായി സംസാരിക്കുന്നതൊക്കെ അത് വേണ്ട, നമുക്കത് വേണ്ട, നമുക്ക് ഫൺ നമ്മുടെ സിനിമ എന്താണോ അത് കാണിച്ചാൽ മതി. അപ്പം നമുക്ക് ഫൺ മോഡിൽ പിടിക്കാം എന്ന് ഞാനാണ് പറഞ്ഞത്. ആ പറഞ്ഞതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു ഷെയ്ൻ ഒരു ഫണ്ണെന്നുള്ള രീതിയിൽ അത് ചെയ്തോളൂ. പക്ഷെ കയ്യിൽ നിന്ന് പോയി. അത് എന്ത് ചെയ്യാൻ പറ്റും? അത് ചെയ്യുമ്പോഴും ഒന്നും ആലോചിക്കുന്നില്ല. ഇങ്ങനൊരു ഇതിലേക്ക് വരുന്നത് തമാശ. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് ഞാനപ്പം ബാബുചേട്ടൻ്റെ അടുത്ത് ബാബുചേട്ടാ വേണ്ട നമുക്കത് ബാബുചേട്ടൻ ഉണ്ണി നമ്മുടെ സ്വന്തം ഉണ്ടായിരുന്നു ആ സിറ്റുവേഷനിൽ. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞപ്പം ഉണ്ണി നമ്മുടെ എല്ലാവരുടെയും അടുത്ത ഫ്രണ്ടാ, നമ്മുടെ എല്ലാവരുടെയും ഫ്രണ്ടാ ഉണ്ണി. അപ്പം എല്ലാ സാധനവും ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് ഉണ്ണിക്ക്, എല്ലാ സാധനവും അയച്ചു കൊടുക്കാറുണ്ട്, ബാബുചേട്ടൻ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പം ബാബുചേട്ടൻ ഉണ്ണി ഒരേ ജിമ്മിലും ഒക്കെയാ പോകുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴും നമ്മൾ ഉണ്ണിയോട് പറയുകയും ചെയ്തു ഇങ്ങനെ ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഫാൻസ് ഇതെടുത്ത് വേറെ രീതിയിലേക്ക് പോയപ്പോഴേക്കും നമ്മളാകെ വിഷമായി പോയി. എന്താ ചെയ്യാ, പോകുന്നു. അതെ, സിനിമ ഇറങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ണിക്കത് ഫീലായോ എന്നുള്ളതായിരുന്നു നമ്മുടെ ടെൻഷൻ. ഞാൻ അപ്പം തന്നെ ഉണ്ണിനെ വിളിച്ചു, ബാബുചേട്ടനും സംസാരിച്ചു, ഷെയ്നും മെസ്സേജ് അയച്ചു, എല്ലാവരും വിളിച്ചു. നമുക്കത് ഉണ്ണിക്കത് ഫീൽ ആവുമോ എന്നുള്ളത് ബാക്കി എന്തോ ആയിക്കോട്ടെ. നല്ലൊരു ഫ്രണ്ട് ഉണ്ണി വളരെ പോസിറ്റീവായിട്ട് അത് എടുത്ത്. ഉണ്ണി പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഉണ്ണി വളരെ പോസിറ്റീവായിട്ടാ സംസാരിച്ച. ഉണ്ണി സിനിമയ്ക്കും ബെസ്റ്റ് വിഷസും എല്ലാം പറഞ്ഞു. ലിറ്റിൽ ഹേർട്സിനോട് ഇത്ര എഫേർട്ട് ചെയ്ത ഒരാള് ദുബായിൽ അല്ലെങ്കിൽ യു എയിലൊക്കെ ബാൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഒരു അവസ്ഥ? ഭയങ്കര വിഷമായിരുന്നു. കാരണം കാതിലും ബാൻ ചെയ്തിരുന്നു. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, നമ്മൾ പ്രൊമോഷന് പോകുന്നു അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ ഓവർകം ചെയ്തു സാന്ദ്ര? എനിക്കറിയില്ല, ഞാൻ ഓവർകം ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. ഞാൻ അത്രയും നമ്മൾ പ്രൊമോഷനും എല്ലാം ചെയ്തിട്ട് ഈവൻ അഡ്വാൻസ് ബുക്കിംഗ് വരെ ആയ സാധനമാണ്. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് അത് ഇല്ലാണ്ട് കഴിഞ്ഞിട്ടപ്പോൾ ഭയങ്കര വിഷമായി. ഇതിന് എന്നെക്കാൾ വിഷമായിരുന്നു ആർട്ടിസ്റ്റിനും. എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ ഷെയ്നും മഹിമയൊക്കെ. അപ്പം നമുക്ക് അവിടെ ഇത് ബാൻ ചെയ്തു എന്നിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന ഭക്ഷണം. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് നമ്മളെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് നമ്മളവിടെ കഴിക്കാൻ ചെന്നിരിക്കുക. ഞങ്ങൾക്ക് ഇറങ്ങുന്നില്ല, 3 പേർക്കും ഭക്ഷണം ഇറങ്ങുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല, എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പം അവർ എന്നെയാണെങ്കിൽ എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കാരണം നമ്മുടെ മനസ്സ് നമ്മുടെ ഇവിടെ ബാനായിട്ടിരിക്കുമ്പോൾ അങ്ങനെ ഉള്ള അവസ്ഥയായിരുന്നു അത്. പിന്നെ അപ്പം എന്നോട് ഷെയ്ൻ പറഞ്ഞു ചേച്ചി നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു ചേച്ചി, ഇനി നമ്മൾ 2 കൈ മുകളിലോട്ട് പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാം, അത് ദൈവം നമ്മളെ കൈവിടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാ, അതാണ് നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇതൊരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സിനിമയിൽ കാണിച്ചേക്കുന്നത്. അത് ഒരു ഫാമിലി ഇതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് വളരെ ലൈറ്റായിട്ട് ഒരു സബ്പ്ലോട്ട് മാത്രമാണ് സിനിമയിൽ. അതിൻ്റെ പേരിലാണത് റിജക്റ്റ് ആയത്. അപ്പം നമ്മുടെ വിധി, അല്ലാണ്ട് എന്ത് പറയാൻ പറ്റും.